നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പീഡന കേസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏത് വിധേനയും പീഡന കേസുകൾ കുരുക്കി ഇനി മത്സരിക്കാതിരിക്കാനും അതുപോലെ രാഷ്ട്രീയ ഭാവി തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാനുമൊക്കെ നടക്കുന്ന ഈ ശ്രമങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാവുകയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം. ഹൈക്കോടതി പറഞ്ഞത് അവിവാഹിതനായ ഒരു യുവാവിന് ഉഭയസമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്താണ് തടസ്സം എന്നായിരുന്നു. ഇത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായി മാറുകയാണ്. രാഹുൽ താൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ താൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു രാഹുൽ എടുത്ത ശക്തമായ നിലപാട്. ഇത് സംബന്ധിച്ച രാഹുലിൻ്റെ കൈവശമുള്ള എല്ലാ തെളിവുകളൊക്കെ തന്നെ നേരത്തെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോടതി പറഞ്ഞത് വെറും ഒരു എഫ്ഐആർ വെച്ചുകൊണ്ട് മാത്രം ഒരാളിനെ അങ്ങനെ സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നും ഈ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ നടപടികളെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള കോടതിയുടെ ഒരു നിരീക്ഷണം ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള ഒരു കാരണവശാലും തലകൂരാൻ പറ്റാത്ത രീതിയിലുള്ള കേസുകൾ കുരുക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലരിടുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസത്തിന് വക നൽകുന്നത് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് എങ്കിൽ പോലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ഇപ്പോഴും ഇവിടെ ചോദ്യങ്ങൾ വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിലെ വിചാരണയും മറ്റ് നടപടികളൊക്കെ ഇനിയും ഒരുപാട് കാലമെടുത്തായിരിക്കും പൂർത്തിയാവുക. അതുവരെ ഏതായാലും രാഹുൽ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുലിനെ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. മാത്രമല്ല സ്വതന്ത്രമായി മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കം നടത്തിയാൽ പോലും അത്രത്തോളം വിജയിക്കണമെന്നില്ല. കാരണം അത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മോശക്കാരനെ ചിത്രീകരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഇടതുമുന്നണി നേതാക്കന്മാരും മാധ്യമങ്ങളും ഒക്കെ തന്നെ നടത്തിയ ശ്രമങ്ങൾ ആ ഒരു വഴിയിലേക്കാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. പക്ഷേ ഈ കോടതിയുടെ നിഗമനങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ നാളെ രാഹുലിനെതിരായ മറ്റ് പീഡന കേസുകളിലുമൊക്കെ തന്നെ ഇത് കൂടുതൽ പ്രസക്തമായി തീരാനാണ് സാധ്യതയുള്ളത്. ഏതായാലും കോടതിയുടെ ഈ ഒരു നിരീക്ഷണം പ്രോസിക്യൂഷനെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി എന്ന് തന്നെ കരുതേണ്ടി വരും. രാഹുലിനെ ഒരു സ്ഥിരം കുറ്റവാളിയെ ചിത്രീകരിക്കാൻ പ്രോസിക്യൂഷൻ നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ ഇതോടെ വലിയ തിരിച്ചടി നേരിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ വ്യക്തികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പിന്നീട് ഒരുപാട് വസ്തുതകൾ പുറത്തു വന്നിരുന്നു. ചില പ്രധാനപ്പെട്ട രേഖകൾ പുറത്തു വന്നിരുന്നു. ഓഡിയോ വീഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തെത്തിയിരുന്നു. ഇവയെല്ലാം തന്നെ ആത്യന്തികമായി രാഹുലിന് സഹായകരമായി മാറും എന്ന് തന്നെയാണ് രാഹുലിനൊപ്പമുള്ളവർ കരുതുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മൂന്നാമത്തെ പീഡന കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനായത്. അവിടെയൊക്കെ തന്നെ നിരവധി മാധ്യമപ്രവർത്തകരെത്തുകയും പ്രകോപന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു എങ്കിൽ പോലും രാഹുൽ കൃത്യമായി ഒന്നിനും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അതിശക്തമായ നിലയിലേക്ക് ഉയർന്നു വന്ന ഒരു യുവജന നേതാവിനെ ഇത്തരത്തിൽ കേസുകൾ കൊടുക്കുക എന്നുള്ളത് CPMൻ്റെ പണ്ടുമുള്ള ഒരു രീതിയാണ്. ഏതെങ്കിലും യുവജന നേതാക്കന്മാർ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവരേതെങ്കിലും പെണ്ണ് കേസിൽ കൊടുക്കുക എന്നുള്ളവരുടെ സ്ഥിരം രീതിയാണ് എന്നുള്ള കാര്യമാണ് രാഹുലിനൊപ്പമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ കൈവിട്ട ലക്ഷണമാണ്. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ ഒരു കാരണവശാലും അവർക്ക് സ്ഥാനാർത്ഥിയാക്കാനോ ഇനി മുൻനിരയിൽ നിർത്താനോ കഴിയുകയില്ല എന്നുള്ള ആ ഒരു വലിയ സത്യം രാഹുലിൻ്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കോടതിക്ക് മുന്നിൽ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന രാഹുലിൻ്റെ നീക്കങ്ങൾക്ക് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏറെ കരുത്ത് പകരും എന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നടപടികളിലൊക്കെ തന്നെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ട് അർദ്ധരാത്രി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി രാഹുലിനെ പിടികൂടിയ നടപടിയൊക്കെ തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഒരു MLA കൂടിയായ വ്യക്തിയെ പകൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിടികൂടാമായിരുന്നു. എന്നിട്ട് പോലും അർദ്ധരാത്രി വലിയൊരു സീനുണ്ടാക്കി പിടികൂടിക്കൊണ്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പിണറായി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം അവർ തങ്ങളുടെ എതിരാളികളോട് പലപ്പോഴും കാട്ടാറുള്ള ഒരു രീതി തന്നെയാണ്. ഏതായാലും അതിനൊക്കെ ഏറ്റ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം.